14ാമത്തെ വയസ്സിലാണ് സിനിമയിലേക്കുള്ള എൻട്രി എന്ന്. എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? അത് പറയുകയാണെങ്കിൽ സാധാരണ സിനിമയിൽ എത്തിപ്പെടുക പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമ്മൾ മദ്രാസിൽ പോകണം. അവിടെ പോയി ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും കണ്ട് ഇങ്ങനെ വാതിലുകൾ കയറി ഇറങ്ങി വർഷങ്ങൾ നടക്കുമ്പോഴേ കിട്ടുള്ളൂ. ആരും 14 വയസ്സിലൊന്നും അന്ന് സിനിമയ്ക്ക് പോകാറില്ല. കാരണം അവിടെ പോകാൻ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആലോചിച്ചില്ല. മിനിമം ഒരു 30 വയസ്സിന് കഴിഞ്ഞാൽ മദ്രാസ് പോലുള്ള നഗരത്തിലേക്ക് അന്ന് പറഞ്ഞേക്കുള്ളൂ. ഇന്നത്തെ പോലെയല്ല. എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 7 വയസ്സ് തൊട്ടിട്ട് കഥകളി പഠിച്ചിരുന്നു. അപ്പോൾ കൊല്ലങ്കോടാണ് എൻ്റെ വീട്, പാലക്കാട്. അപ്പോൾ അവിടെ കൊല്ലങ്കോട് പാലസിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ പി കുഞ്ഞിരാമൻ നായർ കവിയും കാവുങ്കൽ ശങ്കര പണിക്കുട്ടി ആശാനുമാണ്. ശങ്കരകുട്ടി പണിക്കരും അവർ രണ്ടുപേരും തന്നെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി കലാകാരനാവാൻ വേണ്ടി കൂടുതൽ ഗൈഡ് ചെയ്തത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അച്ഛൻ പോലീസ് ഓഫീസറാണെങ്കിലും വിഷവൈദ്യനും കൂടിയാണ്. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് വീട്ടിൽ വിഷവൈദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഈ പാലക്കാട് പാമ്പുകൾ ഒരുപാടുണ്ട്. ദിവസവും 10ഉം 100ഉം കേസ് വരും പാമ്പ് കടിച്ചിട്ട്. അത് മിക്കവാറും രാത്രി വരെ. കാരണം വൈകുന്നേരം ഈ കൂലിപ്പണി കഴിഞ്ഞ് പോകുന്നവർ 2 പെഗൊക്കെ അടിച്ച് നടന്നു പോകുമ്പോൾ ഈ തണുപ്പ് കിട്ടാൻ വേണ്ടി പാടത്ത് മാളത്തുനിന്ന് പുറത്ത് വന്ന് പാമ്പുകൾ കിടക്കുന്നുണ്ടാവും. ഇത് കാണില്ല, ഇവർ പോയി ചവിട്ടും. അപ്പോൾ കടിക്കും. നാച്ചുറൽ അല്ല, ഒരു പാമ്പും ഓടി വന്ന് കടിക്കാറൊന്നുമില്ല, അത് വെറുതെ പറയുന്നതാണ്. അപ്പോൾ രാത്രി ഇവർ കൊണ്ടുവരും. അപ്പോൾ എൻ്റെ വീട്ടിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അച്ഛൻ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാൽ അടിച്ച് ഫിറ്റായി നല്ല ഉറക്കാവും. പിന്നെ അച്ഛൻ രാത്രി വിഷവൈദ്യം ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കുട്ടിക്കാലം 3 വയസ്സ് തൊട്ട് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 7 മണിക്ക് ശേഷം വരുന്ന കേസുകളൊക്കെ മിക്കവാറും ഞാനോ അനിയന്മാരോ ചേട്ടന്മാരോ ഒക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് എപ്പോഴും നടക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം രാത്രി ഒരു കേസ് വന്നു. എൻ്റെ 14ാമത്തെ വയസ്സ്, ഞാൻ SLC കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ചേരുന്നു. ആ സമയത്താണ് ഒരു കേസ് വന്ന സമയത്ത് ഒരു വ്യത്യസ്തമായിട്ട് ഒരു ഇമ്പാല കാറാണ് വന്നത്. അപ്പോൾ കൊല്ലംകോടൊന്നും ഇമ്പാല കാറില്ല. അപ്പോൾ ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ ഒരു ഇമ്പാല കാർ വന്നു. അതിനൊരു മനുഷ്യനെ കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ അദ്ദേഹം ബോധമില്ല, പാമ്പ് കടിച്ചിട്ട് വിഷമുണ്ട്, അതുകൂടെ മദ്യപിച്ചിട്ടുമുണ്ട്, അബോധാവസ്ഥയിലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ കൊണ്ടു കിടത്തിയപ്പോൾ ഞങ്ങളുടെ ഒരു മരുന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് കണ്ണിൽ തേക്കാൻ കൊടുക്കും. അത് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുറിവായിലും തേക്കും. അപ്പോൾ കണ്ണിൽ തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വിഷം കാലിൽ കടിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ മരുന്ന് പോയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ വിഷം ബ്രെയിനിൽ ചെല്ലാതിരിക്കാനാണ് ഈ മരുന്ന് കണ്ണിൽ നിന്നാണ് ഏറ്റവും നെർവസ് അടുത്തുള്ളത്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മരുന്ന് തേച്ചാൽ ഒരുവിധം ജീവനുള്ളവനൊക്കെ പച്ചത്തെറി വിളിച്ചു പറയും. നമ്മൾ അത്ര എരിവാണ് അതിന്. അടിയൊക്കെ പൊട്ടും ചില സമയത്ത്, ഉപ്പൊക്കെ ചെയ്യും ആൾക്കാർ മുഖത്തെ. അവർ കള്ളുടിച്ചുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് മരുന്ന് തേച്ചോണ്ട് ഇടിയായിട്ട് റാസ്കൾ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. ഞാനത് തേച്ചു. അന്ന് വീട്ടിൽ അച്ഛനില്ലായിരുന്നു. അച്ഛൻ അന്ന് പറമ്പിക്കുളത്ത് ഡ്യൂട്ടിയില്ലാതുകൊണ്ട് അവിടെയായിരുന്നു. അച്ഛൻ രാത്രി വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു മരുന്ന് കൊടുത്ത് വന്നിട്ട് പിന്നെ പുള്ളിക്ക് അങ്ങനെ ബോധം തെളിയുന്നില്ല. എന്തൊക്കെയോ നിലവിളിക്കുന്നുണ്ട്, തുപ്പുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഞാൻ അമ്മയുടെ തുള്ളിപ്പെട്ട് അമ്മ ഇത് കടിച്ചിരിക്കുന്ന അണലിയാണ്. അപ്പോൾ നമുക്ക് പേഷ്യൻ്റ് ലക്ഷണം കണ്ടാൽ അറിയാം എന്ത് പാമ്പാണ് കടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ട് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, കാലൊക്കെ ഭയങ്കര വീങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റും തോന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു റൂമുണ്ട്. സാറിന് ആര് വന്നാലും അവിടെ കിടത്തും ചികിത്സിക്കും. അത്രയ്ക്കുള്ള ഫെസിലിറ്റി ഉള്ളൂ. നാട്ടുമ്പോഴാണ് ഇത്, ഫ്രീ ആണ് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് പൈസ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, ഒരു ദാനമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ കിടന്നോളം പറഞ്ഞു ചെയ്യുമ്പോൾ അവർ ഇവിടെ കിടക്കാനൊന്നും പറ്റില്ല. അവൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഷൗട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് ഇത്രയും സൗകര്യമുള്ളൂ, ഇവിടെ ഫാനുണ്ട്, കട്ടിലുണ്ട്, തലേണയുണ്ട്, പായ ഒക്കെ ഉണ്ട്. ഇവിടെ കിടന്ന് 24 മണിക്കൂറെങ്കിലും ഒബ്സർവേഷൻ വേണം. അപ്പോഴേക്കും അച്ഛൻ വരുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേ പറഞ്ഞു എനിക്ക് ഇവിടെ ഒന്നും കിടക്കാൻ പറ്റില്ല. അങ്ങനെ പുള്ളിങ്ങനെ ബ്ലഡി ഡേറ്റി പ്ലേസ് അത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതേതോ വലിയ ആൾക്കാരാണ്, അവർക്ക് നമ്മുടെ വീടൊക്കെ അത്രേ തോന്നുള്ളൂ. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ നിങ്ങളുടെ സൗകര്യം, ഞങ്ങൾക്ക് ചികിത്സിക്കണമെങ്കിൽ ഇവിടെ കിടത്താലേ പറ്റുള്ളൂ. കാരണം ഈ ഓരോ മണിക്കൂറിലും ഞങ്ങൾ മരുന്ന് കൊടുക്കണം. രാത്രി മുഴുവൻ ഞങ്ങൾ നോക്കണം കൂടെ ഇരുന്നിട്ട്. നിങ്ങൾ പുറത്ത് കൊണ്ടുപോയേ പറ്റില്ല പറഞ്ഞു. കൂടെ വന്ന 2-3 പേർ പറഞ്ഞു അവർ പറയുന്നതാണ് ശരി, ഇവിടെ അടുത്തവിടെയും വേറെ വിഷം ഇത് മരുന്നില്ല, ഹോസ്പിറ്റലിൽ നോക്കിയാലും ശരിയാവില്ല, അതുകൊണ്ട് നമുക്കിവിടെ കിടക്കാമെന്ന് പറഞ്ഞു. അവസാനം മനസ്സോടെ സമ്മതിച്ച് അവിടെ കിടന്നു. അദ്ദേഹത്തോട് പറഞ്ഞു അവിടെ കിടന്നുള്ളൂ, ഞാൻ നോക്കിക്കോളും, ബാക്കിയുള്ളവർ പോയിട്ട് രാവിലെ വരാൻ പറഞ്ഞു. അവരൊക്കെ പോയി കിടന്നു. അപ്പോൾ ഞാൻ ഓരോ മണിക്കൂർ കൂടുമ്പോഴും പോയി മരുന്ന് കൊടുക്കുന്നുണ്ട്, കുടിക്കാൻ ചൂടുവെള്ളം കൊടുക്കുന്നുണ്ട്, കാലിൽ ധാര ഒഴിക്കുന്നുണ്ട് ചൂടുവെള്ളം. അങ്ങനെ ചെയ്തു. ഉറങ്ങിയില്ല ഞാൻ രാത്രി മുഴുവൻ. ഞാൻ ഒരു 4 മണിയായപ്പോൾ കിടന്നുറങ്ങി. ഒരു 6 മണിക്ക് വീണ്ടും ഒരു മരുന്നും ഒരു കട്ടൻ ചായയായിട്ട് വന്നു. അപ്പോൾ ഉണർന്നിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി മോശക്കി. അപ്പോൾ പുള്ളിക്ക് എന്തൊക്കെയോ കുറച്ച് ഓർമ്മയുണ്ട്. അപ്പോൾ എന്നെ ചോദിച്ചു ഇന്നലെ രാത്രി ആരാണ് എനിക്ക് മരുന്നൊക്കെ തന്നത്? അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കി ഞാൻ എന്തൊക്കെയോ പറഞ്ഞല്ലേ. അപ്പോൾ ഞാൻ ചിരിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവിടെ കുറേ കഥകളിയുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത് ചോദിച്ചു ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനോ എൻ്റെ ചേട്ടനൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു കഥകളി ഉണ്ടായിരുന്നല്ലോ പാലസിൽ, അതാരാ കളിച്ച് ചോദിച്ചു.
അപ്പോൾ ഞാൻ തന്നെ അപ്പോൾ എന്നെ കണ്ടില്ല, ഞാൻ മുന്നിലിരിക്കുന്നു. അപ്പോൾ ഞാൻ കളിക്കുമ്പോൾ ഞങ്ങൾ ആരെയും നോക്കാറില്ല, ദൂരെ നോക്കിയിട്ട് കളിക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ അറ്റൻഷൻ പോയി പോകും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളൂ. കഥകളിയൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടോ? ഞാൻ കുറച്ചൊക്കെ അറിയാം. അപ്പോൾ ഞാൻ പറയാറുള്ളതെന്ന് വെച്ചാൽ, ഈ സാധാരണ കൊല്ലങ്കോട് പാലസിലാണ് ഞാൻ സൈക്കിൾ ഓടിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ തമ്പുരാനുണ്ട്. തമ്പുരാൻ പറയും, കുമാര, എന്നെ കുമാരാന്ന് വിളിക്കുക, കുമാര ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം പോകണം, ഇന്ന് കുറേ ഗസ്റ്റ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സൈക്കിളിൽ പോയിട്ട് ആശാൻ്റെ വീട്ടിൽ പോയി, ആശാനെ ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം വേണം സാറേ, ഇന്ന് ആരൊക്കെ ഗസ്റ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഒന്ന് കളിക്കണം, എന്താ കളിക്കുക, ആരാ ഉള്ളതെന്ന് ചോദിക്കും. പറയും ആശാനും കവി കുഞ്ഞിരാമൻ നേരം പറഞ്ഞ കാര്യം, അതിനിപ്പോൾ എന്താടാ നീ കളിച്ചാൽ പോരെ, കാണുന്നവർക്കും വിവരമില്ല നടക്കും വിവരമില്ല, അപ്പോൾ നീ കളിച്ചാൽ അവർ കണ്ടോളെന്ന് പറയും. അപ്പോൾ വരുന്നതൊക്കെ അന്ന് മാതാവുമാർ ലണ്ടനിൽ നിന്നൊക്കെ വരുന്നവരാണ്. അപ്പോൾ അവർക്കൊന്നും, അപ്പോൾ ഞാൻ എൻ്റെ സ്ഥിരം വേഷം പാഞ്ചാലിയാണ്. കുട്ടിയായതുകൊണ്ട് സ്ത്രീവേഷം കെട്ടിക്കാനെ കൊണ്ട്. എന്നിട്ട് ഞാൻ കളിക്കും, ആശാൻ പാടും, കവിമാഷം താളം പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാതാവുമാർ അന്ന് കൊച്ചുകുട്ടിയാണ് എന്നെ എടുത്ത് പാഞ്ചാലിനെ ഒക്കത്ത് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കും. അന്ന് ഈ ഫോട്ടോ ഫുള്ളായിട്ട് ബൾബൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പറയും കണ്ടില്ലേ, വിവരമില്ലാത്തവരെടുത്തു, അതുകൊണ്ട് അവനെ എല്ലാവരും അംഗീകരിക്കും. അങ്ങനെ പറയുന്ന കാലഘട്ടത്തിലാണ് ഇത്. അപ്പോൾ ഈ പ്രൊഡ്യൂസറും ഇങ്ങനെ വന്ന് കണ്ട് ഇദ്ദേഹം കണ്ടിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ആരും ശ്രദ്ധിക്കാറില്ല. പറഞ്ഞു എന്നെ അറിയുമോ ചോദിച്ചു. ഞാൻ ഇല്ല അറിയില്ല. അപ്പോൾ ഞാനാണ് വാസുമേനോൻ, വാസു സ്റ്റുഡിയോൻ്റെ ഉടമസ്ഥൻ. ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, മദ്രാസിലേക്ക് വരുന്നോ, ഞാൻ എന്തെങ്കിലും സിനിമയിലാക്കി തരാൻ പറഞ്ഞു. അവിടെ നിന്നാണ് എനിക്ക് സിനിമയിൽ പോകാനുള്ള ആദ്യത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടൻ ആൾറെഡി മദ്രാസിലുണ്ട്, സിനിമയിൽ എന്തൊക്കെ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞു. നീ വരുന്നോ? നീ എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ ശരി പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് വിടില്ലാന്നായി, ഇത്ര ചെറുപ്പത്തിൽ പോകണ്ട, ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു എനിക്ക് ഡിഗ്രി ഒന്നും എടുക്കാൻ താല്പര്യമില്ല, ഞാൻ അവിടെ പോയിട്ട് എടുത്തോളാം, കറസ്പോണ്ടൻസ് കേസ് എഴുതിക്കോളാം, ഇപ്പം എന്നെ പറഞ്ഞു വെച്ചാൽ പറ്റൂ. അങ്ങനെ വാശി പിടിച്ചിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ 14 വയസ്സിൽ ഹാഫ് ട്രൗസറൊക്കെ ഇട്ടിട്ട് മദ്രാസിൽ പോവാണ്. അപ്പോൾ അന്ന് മുണ്ട് കൊടുക്കാൻ സമ്മതിക്കില്ല, അത്രയ്ക്ക് നീ വളർന്നിട്ടില്ല, മുണ്ട് കൊടുക്കണ്ടെന്ന് പറയുക. അതുകൊണ്ട് ഹാഫ് ട്രൗസറാണ് വേഷം. അങ്ങനെ പോയി അവിടെ പോയിട്ട് ആദ്യമായിട്ടൊരു പാൻറ്റൊക്കെ തുന്നിയിട്ടു. അന്ന് റെഡിമെയ്ഡ് പാൻറ്റൊന്നും കിട്ടുന്ന കാലമല്ല. അപ്പോൾ നമ്മൾ ടൈലറെ കൊണ്ട് തുന്നിയിട്ടിട്ട് ഞാൻ പോയപ്പോൾ, പിന്നെ അവിടുന്ന് എനിക്ക് വാസു സ്റ്റുഡിയോയിലാണ് ആദ്യം പോയത്. അപ്പോൾ അവരുടെ ആഗ്രഹം അവരുടെ ഒരു സ്വന്തം ആളാക്കി മാറ്റണം എന്നുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞു അഡ്മിനിസ്ട്രേഷനിൽ പോയിട്ട് എല്ലാം പഠിക്കാൻ പറഞ്ഞു, എങ്ങനെയാണ് ഫിലിം മേക്കിംഗ്, പ്രൊഡക്ഷനൊക്കെ. എനിക്ക് 2 ദിവസം നിന്നപ്പോൾ ബോറടിച്ചു, എനിക്കിത് താല്പര്യമില്ല, എനിക്ക് ഓഫീസ് പണിയൊന്നും പറ്റില്ല. അപ്പോൾ എന്നെ സൗണ്ട് പഠിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ സൗണ്ട് റെക്കോർഡിങ്ങിൽ കൊണ്ടുപോയി വിട്ടു. അപ്പോൾ അവിടെ രാജേഷ് ഖന്നയും ശർമ്മ ടാഗോറും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ സൗണ്ട് റെക്കോർഡിങ്ങിന് പോയത്. അപ്പോൾ അവരെല്ലാവരും നോക്കണം, ഒരു ട്രൗസർ ഇട്ടൊരു ചെക്കൻ ബൂമൊക്കെ പിടിച്ചിട്ട് നിൽക്കണു ഫ്ലോറിൽ. അപ്പോൾ എന്നെ വിളിച്ചത് എന്താ ഉദ്ദേശം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ പഠിക്കുന്നത് ഇത്ര ചെറുപ്പത്തിലോ, നോ പോയിട്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു, ഡിഗ്രിയൊക്കെ എടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ ചിരിച്ചു, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം സൗണ്ടിൽ വർക്ക് ചെയ്തു. അപ്പോൾ തോന്നി അത് ബോറാണെന്ന് തോന്നി, എനിക്ക് അതിൽ വലിയ താല്പര്യം തോന്നിയില്ല. അപ്പോൾ എന്നെ എഡിറ്റിംഗ് റൂമിലേക്ക് പോയി. അതിൻ്റെ കൂടെ തന്നെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ എഡിറ്റിംഗ് റൂമിൽ ഭീംസിംഗ് ആണെന്ന് എഡിറ്റത്, നമ്മുടെ ലെനിൻ പറഞ്ഞ ഡയറക്ടറെ അച്ഛൻ ഭീംസിംഗ്, പഴയ ഡയറക്ടർ, അദ്ദേഹം എഡിറ്റ് ചെയ്യണം. അവിടെ പോയി 2 ദിവസം നിന്നു. പിന്നെ ശങ്കുണ്ണേട്ടൻ്റെ കൂടെ നിന്നു. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ പി ഭാസ്കരൻ അവിടെ വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഡയറക്ഷനാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് അത് പഠിച്ചാൽ കൊള്ളാമെന്നായി. അപ്പോൾ അതെങ്ങനെയാണ് പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ അതിനെന്താ ഞാൻ പറഞ്ഞ പി ഭാസ്കരൻ. അപ്പോൾ പി ഭാസ്കരൻ അവരുടെ പരീക്ഷ, കൂട്ടുകുടുംബം, അങ്ങനെ കുറേ സിനിമകൾ അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡയറക്ടറും കൂടിയാണ്. വിളിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേട്ടൻ ഓൾറെഡി പി ഭാസ്കരനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, വന്നോളൂ, കുഴപ്പമില്ല നിർത്താൻ പറഞ്ഞു. അങ്ങനെ 1970 ഉമ്മാച്ചു പറഞ്ഞ സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറിയാണ്. അങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള സിനിമയിലേക്കുള്ള എൻട്രി.